നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖല. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗവർണർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് 11ാമത്തെ തൂണിന്റെ പ്രവൃത്തികൾ. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. മഴക്കാലം എത്തുന്നതിന് മുൻപ് തൂണുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുക ലക്ഷ്യം. പുതിയ പാലത്തിൽ 2 പാളങ്ങൾക്ക് സൗകര്യം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറാത്ത പ്രശ്നത്തിന് പരിഹാരമാകുന്നു. തൃശൂർ പാലക്കാട് സ്വകാര്യ ബസ്സുകൾ ഒഴികെ മറ്റ് എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ കയറാൻ ധാരണ. തീരുമാനം നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ. ഷൊർണൂർ ടൗണിലെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ തീരുമാനമായതായി നഗരസഭ അധികൃതർ. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് ജാതീയ വംശീയ അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ. രോഹിത് വെർമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലെ ജാതീയ വംശീയ അധിക്ഷേപങ്ങളുടെ ഭീകരത പുറത്തറിഞ്ഞതെന്നും നാസർ. ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് പാലക്കാട്ട് സ്വീകരണം. പാലക്കാട് വൻ ലഹരിമരുന്ന് വേട്ട. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA പിടികൂടി. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുത്തൂർ സ്വദേശി റെനിൻ രാജ് എക്സൈസിന്റെ പിടിയിൽ. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് 538 ഗ്രാം MDMA. ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ MDMA വേട്ടയാണിതെന്ന് എക്സൈസ്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് 1.5 കോടിയിലേറെ വില വരുമെന്നും എക്സൈസ്. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശൂരിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നത് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തൃശൂർ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും. തൃത്താലയിലെ MP രാജേഷിന്റെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. താൻ CPMന് എതിരല്ലെന്നും ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നും FB പോസ്റ്റിലൂടെ ഷുക്കൂറിന്റെ ആവശ്യം. നെല്ലറയിൽ 1ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതി. വേനൽ മഴ ലഭിച്ചത് കർഷകർക്ക് ആശ്വാസം. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിൽ. വാർത്തകൾ വിശദമായി. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തൃശൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നതിനായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്ന് ഗവർണർ വ്യക്തമാക്കി. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുത്. അതിനപ്പുറം ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനത്തോടെ സമൂഹത്തിനും ജനങ്ങൾക്കും മികച്ച സേവനം നൽകുകയും വേണമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗം സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖലയാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിവുള്ളവരാകണമെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതെന്നും ഗവർണർ പറഞ്ഞു. But with his grace, that grace has to be there. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes, I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. That pledge we have to have in our mind. And mind you, my dear friends, you have reached to this very big step, very big achievement, big goal, with whose help of your parents. Your parents are there. They have something about you. They have got something necessity. This my child should be like this. Meet those aspirations of your parents, and then again your teachers. Don't forget them. All of them
put together, they have brought you to this level. ബിരുദദാന ചടങ്ങിൽ എടുത്ത പ്രതിജ്ഞ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കണമെന്നും ഗവർണർ ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വാഗതം ആശംസിച്ചു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 11ാമത്തെ തൂണിന്റെ പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മഴക്കാലം എത്തുന്നതിന് മുൻപ് തൂണുകളുടെ പ്രവർത്തികൾ പൂർത്തിയാക്കാനുണ്ട്. പ്രവർത്തികൾ വിലയിരുത്താൻ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 11ാമത്തെ തൂണിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ട്രാക്ക് പാലമാണ് നിർമ്മിക്കുന്നത്. 2 ദിശയിലേക്കും ട്രെയിനുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അതിവേഗത്തിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. കാലവർഷം എത്തിയാൽ ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടാകുന്നതിൻ്റെ ഭാഗമായി എത്രയും വേഗം പാലത്തിനാവശ്യമായ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബീഹാറിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രവൃത്തികൾ വിലയിരുത്താൻ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പ്രവൃത്തികൾ വിലയിരുത്തി. പൈങ്കുളം റോഡിലെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. നിലവിലെ റെയിൽവേ പാലത്തിന് സമീപത്തായാണ് പുതിയ പാലവും വരുന്നത്. പുതിയ പാലത്തിൽ ഉദ്യോഗസ്ഥർക്ക് നടന്നുപോകാൻ 2 വശങ്ങളിലേക്കുമുള്ള നടപ്പാതയും തയ്യാറാക്കുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാനന്നൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരി ആക്കുന്നുമുണ്ട്. തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. പാലം ഉൾപ്പെടെയുള്ള മറ്റു പ്രവൃത്തികൾക്കും 450 കോടി രൂപയാണ് ചിലവ് വരുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ 2026 തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറാത്ത പ്രശ്നത്തിന് പരിഹാരമാകുന്നു. തൃശൂർ പാലക്കാട് സ്വകാര്യ ബസ്സുകൾ ഒഴികെ മറ്റ് എല്ലാ ബസ്സുകളും കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറാൻ ധാരണയായി. ബുധനാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാനാണ് തീരുമാനം. മെയ് 13 ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത വിഷയത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ബുധനാഴ്ച വീണ്ടും യോഗം ചേർന്നത്. ചെയർപേഴ്സൺ പി നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. തൃശൂർ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാൻ കഴിയില്ലെന്ന നിലപാട് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ കടുപ്പിച്ചതോടെ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന യോഗത്തിലും ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിച്ച് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന് നഗരസഭാ അധികൃതരും ആവശ്യമുന്നയിച്ചു. കുളപ്പള്ളി സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ 3 മിനിറ്റ് അധികം വേണമെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് നേരത്തെ ഉന്നയിച്ച വാദം. സമയം കൂട്ടിക്കിട്ടണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യങ്ങൾ ഇന്ന് ചേർന്ന യോഗത്തിലും ഇവർ ഉന്നയിക്കുകയായിരുന്നു. അതേസമയം സമയം കൂട്ടി നൽകാൻ കഴിയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. കുളപ്പള്ളി സ്റ്റാൻഡിൽ തൃശൂർ പാലക്കാടേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറുന്നത് ഒഴിവാക്കി തരണമെന്ന് വീണ്ടും ഉന്നയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് യോഗം ഒരു ധാരണയിലെത്തിയത്. തൃശൂർ പാലക്കാട് ബസ്സുകൾ ഒഴികെയുള്ള മറ്റു എല്ലാ ബസ്സുകളും കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറണമെന്ന് തീരുമാനിച്ചു. മറ്റു സ്വകാര്യ ബസ്സുകൾ 2 സ്റ്റോപ്പിൽ നിർത്തുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഷൊർണൂരിൽ നിന്നും പോകുന്ന ബസ്സുകൾ നോബിൾ സ്റ്റോപ്പിലും പട്ടാമ്പിൽ നിന്നും വരുന്ന ബസ്സുകൾ ടാക്സി സ്റ്റാൻഡ് ഭാഗത്തും നിർത്തേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അതേസമയം തൃശൂർ പാലക്കാട് ബസ്സുകളുടെ കാര്യത്തിൽ പുനഃപരിശോധന നടത്തുമെന്നും ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. കുളപ്പള്ളി സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നത് ജൂൺ 1 മുതൽ ആരംഭിക്കാനും തീരുമാനമായതായി ചെയർപേഴ്സൺ പറഞ്ഞു. കുളപ്പള്ളി വഴി പോകുന്ന ബസ്സുകളിൽ തൃശ്ശൂർ ഒറ്റപ്പാലം
റൂട്ടിലോടുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. മറ്റ് ബസ്സുകൾ 2 സ്റ്റോപ്പ് ഒഴിവാക്കിയിട്ട് കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറാൻ തീരുമാനമായിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്ന് വരുമ്പോൾ നോബിളിൻ്റെ അടുത്ത സ്റ്റോപ്പിലും പട്ടാമ്പിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ടാക്സി സ്റ്റാൻഡിനുള്ള സ്റ്റോപ്പിലും ഒരു സ്റ്റോപ്പ് ഒഴിവാക്കിയും കൊണ്ട് കുളപ്പള്ളി സ്റ്റാൻഡിൽ ബസ് കയറാമെന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. മറ്റവരുടെ തീരുമാനം പുനഃപരിശോധിക്കുന്നതാണ്. യോഗത്തിൽ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ വി കെ അനുരാജ്, സെക്രട്ടറി പി എസ് രാജേഷ്, പോലീസ്, RTO ഉദ്യോഗസ്ഥർ, ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ, തൊഴിലാളികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ടൗണിൽ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ തീരുമാനം. പെർമിറ്റ് നൽകാൻ കഴിയില്ലെങ്കിലും 26 ഓട്ടോ തൊഴിലാളികൾക്കും താൽക്കാലികമായി സർവീസ് നടത്താനാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഷൊർണൂർ ടൗണിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ നേരത്തെ ഓടിയിരുന്ന തൊഴിലാളികൾ ചില ഘട്ടങ്ങളിൽ വാഹനം വിറ്റ ശേഷം പിന്നീട് വീണ്ടും പുതിയ ഓട്ടോ വാങ്ങിച്ച് സർവീസ് നടത്താൻ പെർമിറ്റ് നൽകണമെന്ന ആവശ്യമാണ് നേരത്തെ തർക്കത്തിലെത്തിയത്. ടൗണിലും കനറ ബാങ്കിന് മുൻവശത്തെ ഓട്ടോ സ്റ്റാൻഡിലുമായി 108 ഓട്ടോകൾക്കാണ് നിലവിൽ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഇനി പുതുതായി പെർമിറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു. ഇവിടെ സ്ഥലപരിമിതികൾ കുറവാണ്. അതിനാൽ പുതുതായി പെർമിറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായാണ് ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും വ്യാപാരി നേതാക്കളും RTO പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് വീണ്ടും നഗരസഭയിൽ യോഗം ചേർന്നത്. വ്യാപാരി നേതാക്കൾ അവരുടെ പ്രശ്നങ്ങളും യോഗത്തെ അറിയിച്ചു. 26 ഓട്ടോ തൊഴിലാളികൾക്ക് പുതുതായി പെർമിറ്റ് നൽകാൻ കഴിയില്ലെങ്കിലും താൽക്കാലികമായി സർവീസ് നടത്താൻ യോഗത്തിൽ തീരുമാനമായതായി ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. അവരുടെ പെർമിറ്റ് നിലവിൽ നിർത്തുന്നതിനും സ്റ്റാൻഡിൽ അവർക്ക് ഓടാൻ വേണ്ട സൗകര്യം അനുവദിച്ചു കൊടുക്കുന്നതിന് നഗരസഭയും കൂടി ചേർന്ന് അവർക്ക് തൽക്കാലം ഓടാനുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ അവരുടെ പാർക്കിങ്ങിൽ ഒരു ചെറിയ ക്രമീകരണം വരുത്തണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. സർവീസ് നടത്തുന്ന മുറയ്ക്ക് ഈ 26 ഓട്ടോ തൊഴിലാളികൾക്കെതിരെയും നടപടിയെടുക്കാൻ പാടില്ലെന്ന് പോലീസിനോട് യോഗം ആവശ്യപ്പെട്ടു. ഈ ഓട്ടോ തൊഴിലാളികളുടെ നമ്പറും മറ്റും അടങ്ങുന്ന രേഖകൾ സ്റ്റേഷനിൽ നൽകണമെന്ന് SI അശ്വിനും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുളപ്പള്ളി ടൗണിൽ ഷൊർണൂർ പാതയിൽ നിലവിലെ ഓട്ടോ സ്റ്റാൻഡിൽ കുറച്ചുകൂടി പുറകോട്ടേക്ക് ഇറക്കി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ നഗരസഭാ അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളിയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം വരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭയാണ് സിഗ്നൽ സംവിധാനം ഒരുക്കുന്നത്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കുളപ്പള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭാ അധികൃതർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ജോയിന്റ് ഇൻസ്പെക്ഷൻ ടൗണിൽ നടത്തിക്കഴിഞ്ഞു. പ്രവൃത്തികൾ നടപ്പാക്കുന്ന സ്ഥലത്ത് മാർക്കിംഗ് രേഖപ്പെടുത്തി. പ്ലാൻ തയ്യാറായി കഴിഞ്ഞതായി നഗരസഭാ അധികൃതർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭയാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുന്നത്. പാലക്കാട്, പട്ടാമ്പി, ഷൊർണൂർ എന്നീ പാതകൾ സംഗമിക്കുന്ന കേന്ദ്രം കൂടിയാണ് കുളപ്പള്ളി ടൗൺ. ട്രാഫിക് സിഗ്നൽ സംവിധാനം കൂടി വരുന്നതോടെ ഈ ഭാഗത്തെ ഗതാഗതക്കുരുക്കിന് ഒരു ശാശ്വത പരിഹാരമാകും. നിലവിൽ ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ 3 ദിശകളിലേക്ക് അഭിമുഖമായി നിരീക്ഷണ ക്യാമറകളുടെ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിന്റെ മറ്റു പ്രാരംഭ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് നഗരസഭാ അധികൃതർ STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശൂരിലും പിണറായി വിജയനും MV ഗോവിന്ദനും അതിരൂക്ഷ വിമർശനം. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചെറിയ തോതിൽ വിമർശനമുയർന്നതെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിലാകട്ടെ ഇരു നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും പദവികൾ ഒഴിയണമെന്നും പാർട്ടിയോട് അകലം പാലിക്കണമെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചു. പാർട്ടിക്കും പ്രതിപക്ഷത്തിനും പുതിയ മുഖം നൽകണം. രണ്ടാം പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യവും ജനങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിയതിന്റെ തിരിച്ചടിയുമാണ് തെരഞ്ഞെടുപ്പ് ഫലം. പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം കണ്ണൂരിലെ പാർട്ടിക്കാണ്. കണ്ണൂരിലെ കോട്ടകളിൽ പോലും സംഭവിച്ച തോൽവി പാർട്ടിയോട് ജനങ്ങൾ അത്രമാത്രം അകന്നുവെന്നതാണ്. വിമതരായി മത്സരിച്ചവരുടെ വിജയം പാർട്ടിയെ ജനങ്ങൾ അടിച്ചതാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനോ പരിഹാരം കാണാനോ ശ്രമിച്ചില്ല. UDF തരംഗത്തെ കാണാൻ കഴിയാതിരുന്നതും വീഴ്ചയാണെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലായിരുന്നു ഈ പരാമർശം. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന രേഖയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താലയിലെ MP രാജേഷിന്റെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പുറകെ പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി ഉണ്ടായെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തൃത്താലയിലെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യമാണെന്ന് അത് വിശദീകരിക്കുന്നില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. വോട്ട് ചോർന്നിട്ടില്ല. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ട് മാത്രമാണ് കുറവുള്ളത്. എന്നാലും തോൽവിയുടെ കാരണങ്ങൾ ബൂത്തടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഞങ്ങൾ തോറ്റത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂര്. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. അത് തൃത്താലയുടെ വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിന്റെ കുറവുകളാണ് ഉള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIR-മായി ബന്ധപ്പെട്ട് അവിടെ ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അതുണ്ട്, അത് ഞങ്ങളെ പരിശോധിച്ച് വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് ജാതീയ വംശീയാധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ. രോഹിത് വെർമോലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇന്ത്യ ക്യാമ്പസുകളിലെ ജാതീയ വംശീയാധിക്ഷേപങ്ങളുടെ ഭീകരത പുറത്തറിഞ്ഞതെന്നും നാസർ പറഞ്ഞു. ജാതീയ വംശീയവിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് പാലക്കാട് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനും ആ ഒരു ആശയമാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഘടനയല്ല നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കാറ്. അങ്ങനെ ഒരു ആശയം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ വർഷം 75 കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ വളരെ ഉൾപ്രദേശങ്ങളിൽ പോലും ജാതി എന്ന് പറയുന്ന ഒരിക്കലും ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആ ഒരു ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല നവോത്ഥാനത്തിന് പേരുകേട്ട കേരളത്തിലെ ക്യാമ്പസുകളിലും ജാതീയ വംശീയ രാഷ്ട്രീയ അധിക്ഷേപങ്ങൾ തുടരുകയാണ്. കേരളത്തിലെ അധിക്ഷേപങ്ങളുടെയും അവഹേളനത്തിന്റെയും ഇരകളാണ് വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥും അഞ്ചരക്കണ്ടി കോളേജിലെ രോഹിതും. അധ്യാപകർ പോലും ജാതി വെറികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നത് ലജ്ജാകരമാണ്. ഇതിനിടയാക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. ക്യാമ്പസുകളിലെ ജാതി വംശീയ വെറികൾക്ക് നിരോധനം ഏർപ്പെടുത്തണം. എല്ലാവർക്കും പഠിക്കാനും പോരാടാനുമുള്ള അവസരമുണ്ടാക്കണമെന്നും നാസർ പറഞ്ഞു. ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് സമദ് പുതുള്ളിത്തെരുവ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നവീം ഗഫർ, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ, ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയായ മധുവിന്റെ അമ്മ മല്ലിക, ദളിത് ആക്ടിവിറ്റിസ്റ്റ് മാരാ മായാണ്ടി, കാർത്തികേയൻ മംഗലം, അജിത്ത് കൊല്ലങ്കോട്, ഫ്രട്ടേണിറ്റി ഭാരവാഹികളായ റസീന, നൌഷാദ് മണ്ണൂർ എന്നിവർ സംസാരിച്ചു. 5 വിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സ്വീകരണ യോഗം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് വൻ ലഹരിമരുന്ന് വേട്ട. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA പിടികൂടി. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 538 ഗ്രാം ലഹരിമരുന്നാണ് കണ്ടെടുത്തത്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതെന്നാണ് പ്രതി എക്സൈസിന് നൽകിയ വിവരം. പാലക്കാട് ജില്ലയിൽ നിന്നും ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. പിടിച്ചെടുത്ത ലഹരിമരുന്നിന് 1.5 കോടിയോളം വില വരുമെന്ന് എക്സൈസ് പറയുന്നു. പ്രതിക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. വാളിയാർ പമ്പാമ്പുള്ളത്തുള്ള ടോസ് പാളയിൽ നൽകിയ പതിവ് പരിശോധനയിലാണ് ബസ് യാത്രക്കാരനായ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് വിൽപ്പന നടത്തുന്നതായിരുന്നു ലഹരി എത്തിച്ചത്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയിലേറെ വില വരും. വിപണിയിൽ കൃത്രിമ ഡിമാൻഡുണ്ടാക്കി അതിലും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇയാളുടെ രീതി. പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പിന്നിൽ വലിയൊരു ഗ്രൂപ്പുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞു. കൂടുതൽ അന്വേഷണവും ഇതിനെക്കുറിച്ച് നടക്കും. പ്രതി റെനിൻ രാജേന്ദ്രൻ ആദ്യമായാണ് എക്സൈസിൻ്റെ വലയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ മറ്റു കേസുകൾ നിലവിലുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ പ്രതിക്ക് സവാള കച്ചവടം കൂടിയുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു.
കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത 1 കിലോ MDMA ആണ് ജില്ലയിലെ ഏറ്റവും വലിയ മൊത്തവേട്ട. അതിനെ തുടർന്നുള്ള രണ്ടാമത്തെ സംഭവമാണ് ഇന്നത്തേത്. സർക്കിൾ ഇൻസ്പെക്ടർ അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത്, തൗഫീഖ്, ഹരികൃഷ്ണൻ, സുബിൻ രാജ്, അനീഷ് എന്നിവരും പങ്കെടുത്തു. തമിഴ്നാട്ടിലെ ആൻറ്റി നാർക്കോട്ടിക് വിങ്ങുമായി കേരളം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച ചില സൂചനകൾ പ്രകാരം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അതിർത്തിയിലെ വലിയ ചെക്കിംഗാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നും എക്സൈസ് പറഞ്ഞു. ചെറിയൊരു സൂചന കിട്ടിയ പ്രകാരം നമ്മൾ കുറച്ച് ശക്തമാക്കി. 2-3 ദിവസം ഫുള്ള് റാൻഡമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സാധനം കിട്ടിയത്. ഇതിപ്പം ഈ കോൺട്രാബാൻഡ് 1/2 കിലോ ഉണ്ട്, 1/2 കിലോയ്ക്ക് മേളിലുണ്ട്. അതായത് 0.538 ഗ്രാമുണ്ട്. 1/2 കിലോ 538 ഗ്രാമുണ്ട്. വിപണിയിൽ കഴിഞ്ഞ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു 1.5 കോടിക്ക് മേളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ നല്ലൊരു ബന്ധം തന്നെ കാണും, ഒരു ഗ്രൂപ്പ് തന്നെ കാണും. പക്ഷേ ആൾ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞതെന്ന്. പക്ഷേ അത് വന്ന ഉറവിടം അന്വേഷിക്കണം. അതെ, എറണാകുളം വരെ പോകുന്ന ഒരു KSRTC ബസ്സാണ്. ആളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വളരെ കാഷ്വലായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ നമുക്കൊരു സംശയം തോന്നിയെല്ലാം എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു രീതിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി CPMൽ നിന്ന് പുറത്തുപോയ കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. തുടങ്ങിയതും തിരുത്തേണ്ടതും താനല്ലായിരുന്നുവെന്നും ഷുക്കൂറിന്റെ മറുപടി. ഷുക്കൂറിനെ ഉദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ FB പോസ്റ്റിലൂടെയായിരുന്നു അബ്ദുൾ ഷുക്കൂറിന്റെ മറുപടി. തുടങ്ങിയതും തിരുത്തേണ്ടതും താനല്ല. ഒരു സംഘടനയുടെ കരുത്ത് അതിൻ്റെ ആദർശമാണ്. അതിനെ തകർക്കുന്ന കോടാലിക്കായി ആയി മാറ്റുന്നത് ജില്ലാ സെക്രട്ടറിയുടെ വ്യക്തിവൈരാഗ്യവും അധിക്ഷേപങ്ങളുമാണെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂർ സമൂഹ മാധ്യമം വഴി ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചത്. താൻ ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണെന്നും പാർട്ടിക്കകത്തേക്ക് ഇല്ലെന്നും അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. CPMന് എതിരല്ല. ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നാണ് ആവശ്യം. പാലക്കാട് നഗരസഭാ കൗൺസിൽ സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്. പാർട്ടി തീരുമാനങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. കൗൺസിലർ സ്ഥാനത്തെ രാജി സ്വന്തം പദവിയെ അണികളെ അടിച്ചമർത്താനുള്ള ആയുധമാക്കുകയും നിരന്തരമായി അപമാനിക്കുന്നതിനെ സംഘടനാ രീതിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നും കുറിപ്പിൽ പറയുന്നു. രാജിവെക്കേണ്ട ആവശ്യമില്ല. താൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രസിദ്ധമായ മാത്തൂർ പല്ലഞ്ചാത്തിനൂർ തെരുവത്ത് പള്ളി പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേട്. 43.81 ലക്ഷം രൂപ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കാൻ കേരള വഖഫ് ബോർഡ് തൃശൂർ ഡിവിഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവ്. വിവിധ ഘട്ടങ്ങളായി ഭാരവാഹികളായിരുന്ന സെക്രട്ടറിമാരിൽ P. സുലൈമാൻ, Y. നൌഷാദ്, അഹമ്മദ് കുട്ടി, പ്രസിഡന്റുമാരായിരുന്ന K. E. ഇസ്മയിൽ, മുഹമ്മദ് ഷരീഫ് എന്നിവരിൽ നിന്നാണ് തുക ഈടാക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത്. 2013 പള്ളി പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. 1 കോടി രൂപ എസ്റ്റിമേറ്റാണ് കണക്കാക്കിയത്. പണി പൂർത്തീകരിക്കുമ്പോൾ 2,19,25,372 രൂപ ചെലവായി. എന്നാൽ വഖഫ് ബോർഡ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കുഴൽമന്ദം കളത്തിൽ സെയ്ദ് മുഹമ്മദ് വഖഫ് ബോർഡിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തുക ഈടാക്കാൻ കേരള വഖഫ് ബോർഡ് തൃശൂർ ഡിവിഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര പഞ്ചായത്ത് 2ാം വാർഡ് പുള്ളോട് കൊയിലത്തുംപടി അംബേദ്കർ ഗ്രാമം പദ്ധതിയിലേക്ക് സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്തിന്റെ ആധാരവും രേഖകളും വാർഡംഗം MV കൃഷ്ണദാസ് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി. അംബേദ്കർ ഗ്രാമത്തിനായി 2025 മുൻ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. മങ്കര 2ാം വാർഡ് കൊയിലത്തുംപടി അംബേദ്കർ ഗ്രാമത്തിനായി 2025 മുൻ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിലേക്കായി സാംസ്കാരിക നിലയം നിർമ്മിക്കാനായി 3 സെന്റ് ഭൂമിയാണ് ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, സെക്രട്ടറി സുനിത, വൈസ് പ്രസിഡന്റ് KR ഷാജീവ്, VS മുഹമ്മദ് ഷാഫി, PI അബ്ദുൾ റഹ്മാൻ, വാർഡംഗം MV കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കോങ്ങാട് മുൻ MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരിയുടെ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൊയിലത്തുംപടി അവിടേക്ക് അനുവദിച്ചിരുന്ന സാംസ്കാരിക നിലയത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രാദേശിക വികസനത്തിന് വേണ്ടിയിട്ടുമാണ് ഈ അംബേദ്കർ ഗ്രാമ പദ്ധതി ശാന്തകുമാരി കൊണ്ടുവന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വാർഡിൻ്റെ സാംസ്കാരിക നിലയം ആരംഭിക്കുന്നതിന് വേണ്ടി 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിക്കും
സെക്രട്ടറിക്ക് ബോർഡ് മീറ്റിംഗിൽ വെച്ച് കൈമാറുകയുണ്ടായി. മങ്കര പഞ്ചായത്ത് 2ാം വാർഡ് കൊയിലത്തുംപടിയിലാണ് അംബേദ്കർ ഗ്രാമമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പത്തിരിപ്പാല കോങ്ങാട് പാതയിൽ കുണ്ടളശ്ശേരി തോട്ടുപാലത്തിന് സമീപമായി റോഡരികിലെ കൂറ്റൻ ഗർത്തം ഗതാഗതത്തിന് ഭീഷണിയാവുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ കുണ്ടളശ്ശേരി തോട്ടുപാലത്തിന് സമീപത്തായി റോഡരികിലെ കൂറ്റൻ ഗർത്തമാണ് ഗതാഗതത്തിന് ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് 1 മീറ്ററിലേറെ താഴ്ചയുള്ള 1 മീറ്റർ വീതിയുമുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിനോട് ചേർന്നതിനാൽ വലിയ അപകടത്തിന് സാധ്യതയേറെയാണ്. താൽക്കാലികമായി പരിസരവാസികൾ ഓല നാട്ടിവെച്ച് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടാൻ സാധ്യത. കേളശ്ശേരി പഞ്ചായത്തിന്റെ പരിധിയിലാണ് 30ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പാതയിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പഞ്ചായത്ത് തല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ നാടും നഗരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മഴയോടൊപ്പം വിവിധ തരത്തിലുള്ള രോഗങ്ങളും പടരാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ പടർന്നു പിടിക്കാതെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NM അബ്ദുൽ സലാം, A സംഗീത, M ലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ E ശശീന്ദ്രൻ, VK ജയശ്രീ, PB സുശീല, T വേലുദാസ്, P ജയരാജൻ, KP രാജേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ S രാജൻ, JHI E ഷിബു എന്നിവർ സംസാരിച്ചു. 21, 22 തീയതികളിൽ പഞ്ചായത്ത് തല ശുചീകരണം, 23, 24, 25 തീയതികളിൽ 300 കേന്ദ്രങ്ങളിൽ ശുചീകരിക്കും. 26-ന് എല്ലാ വീടുകളും ശുചീകരണം നടത്തും. 29, 30 തീയതികളിൽ പൊതുസ്ഥലങ്ങളിൽ ശുചീകരിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മോട്ടോർ പുതിയത് സ്ഥാപിച്ച് ശുദ്ധജല പ്രശ്നം പരിഹരിച്ചതോടെ ഒറ്റപ്പാലത്തെ സുഭിക്ഷ ഹോട്ടൽ വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഈസ്റ്റ് ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ വെള്ളമില്ലാത്തതിനാൽ 20 ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. പഴയ മോട്ടോർ മാറ്റി പുതിയത് സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഹോട്ടൽ തുറന്നത്. ഇതോടെ കെട്ടിടത്തിലെ മറ്റ് സ്ഥാപനങ്ങൾക്കും വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടിന് പരിഹാരമായി. വെള്ളമില്ലാതെ ഹോട്ടൽ പൂട്ടിയതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ബോർവെല്ലിലെ പഴയ മോട്ടോർ തകരാർ പരിഹരിച്ചാലും വീണ്ടും തകരാറിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ പുതിയ മോട്ടോർ വാങ്ങിയത്. കഴിഞ്ഞ ഏപ്രിൽ അവസാനത്തിലാണ് ഹോട്ടൽ വെള്ളമില്ലാതെ പ്രശ്നത്തെ തുറന്ന് അടച്ചിട്ടിരുന്നത്. സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന ഹോട്ടൽ അടച്ചത് ദിവസവും ഇതിനെ ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പാചകവാത വില വർധനയെ തുടർന്ന് ഹോട്ടലുകൾ ഭക്ഷണത്തിനുൾപ്പെടെ വില വർദ്ധിപ്പിച്ചതോടെ സുഭിക്ഷ ഹോട്ടൽ ഏറെ പ്രയോജനപ്രദമായിരുന്നു. പൈപ്പ് കണക്ഷൻ ഇല്ലാത്തതിനാൽ ബോർവെല്ലിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിൽ മൊത്തം വെള്ളമില്ലാതായതോടെ മറ്റു സ്ഥാപനങ്ങളിലുള്ളവരും ബുദ്ധിമുട്ടിലായിരുന്നു. ശൗചാലയത്തിൽ പോകുന്നതിന് പോലും വെള്ളമില്ലാത്ത സ്ഥിതിയിലായിരുന്നു. 1-ാം നിലയിലും 2-ാം നിലയിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ യോഗം ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നെല്ലറയിൽ 1-ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ, മാത്തൂർ മേഖലകളിലാണ് 1-ാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ. വേനൽ മഴ ലഭിച്ചതാണ് കർഷകർക്ക് അല്പം ആശ്വാസമായത്. ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തന്നൂർ മേഖലകളിൽ 1-ാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. വേനൽ മഴ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചതോടെയാണ് കർഷകർ വിളയൊരുക്കുമായി വയലിലേക്ക് ഇറങ്ങിയത്. മാസങ്ങൾക്ക് മുൻപ് 2-ാം വിള കൊയ്ത്തു കഴിഞ്ഞ് വരണ്ട് ഉണങ്ങിക്കിടന്നിരുന്ന വയലുകൾ ഉഴുതുമറിച്ച് നിലമൊരുക്കി ഞാറ്റടിക്കുള്ള വിത്ത് പാകുന്ന തിരക്കിലാണ് ഇപ്പോൾ കർഷകർ. അപൂർവം ചില കർഷകർ വിതകൃഷി നടത്താനായി വിത്തെറിയുന്നുമുണ്ട്. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിലാണ്. നിലമൊരുക്കൽ, ട്രാക്ടർ വാടക, വിത്തിന്റെ വില, രാസവളത്തിന്റെ വില എല്ലാം കുത്തനെ വർദ്ധിച്ചതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AI നാഷണൽ ടെക്നോളജി ദിനത്തിന്റെ ഭാഗമായി മേരാ യുവ ഭാരതും തൃശൂർ ശ്രദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ ആയുർവേദ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയൊക്കെ കുറെ കാലമായി പ്രവർത്തിച്ചു വരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വരുന്ന ഈ ഒരു തലമുറ എന്ന് പറയുന്നത് നമുക്കറിയാം അനുഭവ
അനുഭവങ്ങളിൽ ഏറെക്കുറെ കുറച്ച് കുറവുള്ളവരാണ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമായി പറയാനുള്ളത്. പഴയ കാലത്തുള്ള ആളുകൾക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാവും, ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ അത്രയും അതിനുള്ളൊരു സാധ്യത കാണുന്നില്ല. കാരണം നമ്മളെല്ലാവരും എന്താണ് ചുരുങ്ങിയ കുടുംബം അല്ലേ, ചെറിയ കുടുംബങ്ങളായി മാറിയിരിക്കുകയാണ്, കുടുംബങ്ങളായി മാറിയിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പലതരത്തിലുള്ള അവസ്ഥകളും അന്തരീക്ഷങ്ങളൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാൻ കഴിയും. എൻ അച്യുതൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വ്യവസായ ഓഫീസർ ഉഷാകുമാരി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ചടങ്ങിൽ പ്രസിഡന്റ് പ്രശാന്തിയെയും ഉഷാകുമാരിയെയും PNNM ആയുർവേദ കോളേജ് സെക്രട്ടറി സന്ധ്യാമന്നത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. രാമു ചാത്തനാത്ത് സ്വാഗതവും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിജി മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2026-2028 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മെയ് 21 വ്യാഴാഴ്ച 11 മണിക്ക് കുളപ്പള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടക്കും. KVVS ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മറ്റ് നിയോജക മണ്ഡലം നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും തുടരുന്നു. 2ാം ദിനമായ ബുധനാഴ്ച മഹാഗണപതി ഹോമം, ബിംബശുദ്ധി, കലശപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വാടനാകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും തുടർന്നു വരികയാണ്. 2ാം ദിനമായ ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ തുടങ്ങി. ബിംബശുദ്ധി, കലശാഭിഷേകം, ഉദ്യാസ്തമന പൂജ, ദ്രവ്യകലശപൂജ, പരികലശപൂജകൾ എന്നിവ നടന്നു. 3 ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ 21 വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, അധിവാസം വിടർത്തിപൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ഉച്ചപൂജ, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടക്കും. രാവിലെ 11 ഭഗവതിയുടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ സർവേശ്വര പൂജയും ഒരുക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സർപ്രൈസ് വിസിറ്റ്. രാവിലെ ഗവർണർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കടയുടെ നടത്തിപ്പുകാരി സാഹിന ഗവർണറെ കടയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ സമയക്കുറവ് മൂലം ഗവർണർ ഔദ്യോഗിക പരിപാടികൾക്ക് പോവുകയായിരുന്നു. പിന്നീട് മടക്കയാത്രയിലാണ് ഗവർണർ സഹീനയുടെ കടയിൽ സന്ദർശനം നടത്തിയത്. തുമ്പിക്കൈയിലെ മുറിവ് ഉണങ്ങാത്ത നിലയിൽ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയെ വീണ്ടും കണ്ടെത്തി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലെ വാച്ചുമരം ഭാഗത്താണ് ആനയെ വീണ്ടും കാണാനിടയായത്. ഏപ്രിൽ 14 ചൊക്കനെ ഭാഗത്താണ് മഞ്ഞക്കൊമ്പന്റെ തുമ്പിക്കൈയിൽ പരിക്കേറ്റ നിലയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്ന് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്ന ആനയെ പിന്നീട് വനത്തിനുള്ളിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് വാച്ചുമരം ഭാഗത്ത് ആനയെ വീണ്ടും കണ്ടെത്തിയത്. ആനയുടെ തുമ്പിക്കൈയുടെ മുകൾ ഭാഗത്തായാണ് മുറിവുള്ളത്. ഇതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. വനത്തിനുള്ളിൽ വെച്ച് മറ്റു കാട്ടാനകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതാകാമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ജനവാസ മേഖലയിലെ മുള്ളുവേലിയിൽ ഉരഞ്ഞ് മുറിവുണ്ടായതാണോ എന്നും സംശയമുണ്ട്. ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലക്കപ്പാറ പാതയിൽ ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിലൂടെ പോകുന്ന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ആനയെ പ്രകോപിപ്പിക്കാനോ അടുത്തു ചെന്ന് ചിത്രം പകർത്താനോ ശ്രമിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയായ യുവാവ് പാറപ്പൊടി ശ്വാസകോശത്തിൽ കയറിയതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചു. ദേശമംഗലം പള്ളം പള്ളിക്കര സ്വദേശി പ്ലാക്കുണ്ടിൽ വീട്ടിൽ 40-കാരനായ രാജേഷാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ഭാര്യയും 3 മക്കളുമുണ്ട്. സംസ്കാരം ശാന്തിതീരത്ത് നടന്നു. മാറ്റലി. നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥരെ കേസിൽ കുടുക്കരുതെന്നും കോടതി പറയുന്നു. അതേസമയം മൃഗസ്നേഹികളുടെ വിധി തള്ളിയാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രതികരണങ്ങളിലേക്ക്. നായ്ക്കളെ കൊല്ലാന്ന് ഇപ്പോൾ നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നായ്ക്കളെ കൊല്ലാൻ പറഞ്ഞത് നല്ലതാണ്, അത് വേണം. കാരണം കുട്ടികളെയും വലിയവരും ഒക്കെ കടിക്കുന്നു. ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോകുമ്പോൾ രാത്രി ഒരു 9 മണി ആയിട്ടുണ്ടാവും. റോട്ടിലൊരു 4-5 നായ്ക്കളുണ്ടായിരുന്നു. റോട്ടിൽ നിന്ന് മാറണില്ല, ബൈക്ക് കൊണ്ട് പോകാനും പേടി. കാരണം പോയി കഴിഞ്ഞാൽ തട്ടും അല്ലെങ്കിൽ അവർക്ക് കടിക്കാൻ വരും.
അപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് അവർ ഹോൺ അടിച്ച് സൈഡാക്കിയിട്ടാണ് എനിക്ക് പോകാൻ പറ്റുക. അങ്ങനെ പലയിടത്തും ഉണ്ട്. ഇപ്പോൾ നായ്ക്കളാണെങ്കിൽ പെറ്റ് പെരുക എന്ന് പറയില്ല, അവർ കുറേ നായ്ക്കളുണ്ട്, പട്ടികളും ഉണ്ട്. ഒരു പ്രാവശ്യം വരുമ്പോൾ 8ഉം 10ഉം കുട്ടികളുണ്ടാവുക. അതൊക്കെ റൂട്ടിലാണ് നിർത്തുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ കൊല്ലുന്നതിനെക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് വന്ധ്യംകരണമാണ്. നായ്ക്കളെയൊക്കെ വന്ധ്യംകരണം ചെയ്യുക, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ ഈ പെരുകിൽ പറയും, ഇത് പെരുകി കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലാൻ പോയിട്ട് കാര്യമില്ലല്ലോ. കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ജീവൻ പോണതാണ്. അതിന് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അത് പലതും പറയുകയും ചെയ്യും. അതൊക്കെ ശരിയാണ്. പക്ഷേ നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുക എന്നുള്ളതാണ്. അത് പക്ഷേ ഒരു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖല. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗവർണർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് 11ാമത്തെ തൂണിന്റെ പ്രവർത്തികൾ. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പ്രവർത്തികൾ വിലയിരുത്തി. മഴക്കാലം എത്തുന്നതിന് മുൻപ് തൂണുകളുടെ പ്രവർത്തികൾ പൂർത്തിയാക്കുക ലക്ഷ്യം. പുതിയ പാളത്തിൽ 2 പാളങ്ങൾക്ക് സൗകര്യം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ കയറാത്ത പ്രശ്നത്തിന് പരിഹാരമാകുന്നു. തൃശൂർ പാലക്കാട് സ്വകാര്യ ബസ്സുകൾ ഒഴികെ മറ്റ് എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ കയറാൻ ധാരണ. തീരുമാനം നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ. ഷൊർണൂർ ടൗണിലെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ തീരുമാനമായതായി നഗരസഭ അധികൃതർ. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് ജാതീയ വംശീയ അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ. രോഹിത് വെർമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലെ ജാതീയ വംശീയ അധിക്ഷേപങ്ങളുടെ ഭീകരത പുറത്തറിഞ്ഞതെന്നും നാസർ. ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് പാലക്കാട്ട് സ്വീകരണം. പാലക്കാട് വൻ ലഹരി മരുന്ന് വേട്ട. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA പിടികൂടി. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുത്തൂർ സ്വദേശി റെനിൻ രാജ് എക്സൈസിന്റെ പിടിയിൽ. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് 538 ഗ്രാം MDMA. ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ MDMA വേട്ടയാണിതെന്ന് എക്സൈസ്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് 1.5 കോടിയിലേറെ വില വരുമെന്നും എക്സൈസ്. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശൂരിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നത് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തൃശൂർ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും. തൃത്താലയിലെ MP രാജേഷിന്റെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. താൻ CPMന് എതിരല്ലെന്നും ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നും FB പോസ്റ്റിലൂടെ ഷുക്കൂറിന്റെ ആവശ്യം. നെല്ലറയിൽ 1ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതി. വേനൽ മഴ ലഭിച്ചത് കർഷകർക്ക് ആശ്വാസം. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.